ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ 9th അടിസ്ഥാന പാഠാവലിയിലെ തഥാഗത എന്ന പാഠഭാഗം, ആ പാഠഭാഗത്തിൻ്റെ സംഗ്രഹവും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും ഒരു കുഞ്ഞു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് അങ്ങ് മനസ്സിലാക്കിയെടുത്തേക്കാം. അപ്പോൾ കൂടെ നിൽക്കുക. തഥാഗത എന്നാണ് പാഠത്തിൻ്റെ പേര്. എഴുതിയിരിക്കുന്നത് അഷിത എന്ന എഴുത്തുകാരിയാണ്. ആരായിരുന്നു അഷിത? മലയാളത്തിലെ ഒരു ചെറുകഥാകൃത്തും കവിയത്രിയുമായിരുന്നു അഷിത. ജീവിതത്തിൻ്റെ നേർചിത്രം വരച്ചു കാട്ടുന്നവയാണ് ഇവരുടെ രചനകൾ. ആധുനിക തലമുറയിലെ സ്ത്രീപക്ഷ എഴുത്തുകാരിലെ പ്രമുഖയായ ഇവരുടെ അഷിതയുടെ കഥകൾ എന്ന പുസ്തകത്തിന് 2015 സംസ്ഥാന സാഹിത്യ അക്കാദമി ചെറുകഥാ പുരസ്കാരം ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ഇടശ്ശേരി അവാർഡ്, പത്മരാജൻ അവാർഡ്, ലളിതാംബിക അന്തർജന പുരസ്കാരം എന്നിവയും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പദവിന്യാസങ്ങൾ എന്ന പേരിൽ റഷ്യൻ കവിതകളുടെ ഒരു വിവർത്തനവും അവരുടേതായി പുറത്തു വന്നിട്ടുണ്ട്. അനവധി ബാലസാഹിത്യ കൃതികളും അഷിതയുടെ പേരിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ഐതിഹ്യമാല, രാമായണം എന്നിവ പുനരാഖ്യാനം ചെയ്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. മറ്റു ഭാഷയിലെ സാഹിത്യകൃതികൾ മൊഴിമാറ്റത്തിലൂടെ മലയാളത്തിന് പരിചയപ്പെടുത്തുന്നതിൽ അഷിത ശ്രദ്ധിച്ചിരുന്നു. റഷ്യൻ കവി അലക്സാണ്ടർ പുഷ്കിൻ്റെ കവിതകളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. പാഠസംഗ്രഹം. മനുഷ്യൻ എന്തായിരുന്നു പാഠത്തിൻ്റെ ആശയം എന്നുള്ളത് ഈ സംഗ്രഹം വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. മനുഷ്യൻ കൂട്ടമായും സമൂഹമായും ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ പ്രകൃതിയെയും സഹജീവികളെയും തമ്മിലും ആശ്രയിച്ച് മുന്നേറുന്നവരാണ്. പ്രകൃതിയെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്, നമ്മൾ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. മറ്റൊരാളുടെ ഓർമ്മയിലും കരുതലിലുമാണ് മനുഷ്യൻ ജീവിച്ചു പോകുന്നത്. നമ്മളെ മറ്റൊരാൾ ഓർക്കുന്നുണ്ട്, നമ്മളെ മറ്റൊരാൾ പരിഗണിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. ആ ആളുടെ ഓർമ്മയിൽ നിന്ന് നമ്മൾ ഇല്ലാതാവുക, അത് തന്നെയാണ് പാഠഭാഗത്തിൻ്റെ ആശയം. നിങ്ങൾക്കറിയാം, അൽഷിമേഴ്സ്. അമ്മ, അച്ഛൻ, മക്കൾ, ബാല്യം, കൗമാരം തുടങ്ങിയ ഓർമ്മകളെ ജീവിതാവസാനം വരെ താലോലിക്കുന്ന സംസ്കാരമാണ് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കുള്ളത്. അത്തരത്തിൽ അൽഷിമേഴ്സ് എന്ന രോഗം പിടിപെട്ട അമ്മയുമായുള്ള ആശുപത്രിവാസവും അമ്മയുടെ ഓർമ്മകളിൽ താൻ ഇല്ലാതെയാകുന്നു എന്ന തിരിച്ചറിവിൽ മകൾക്കുണ്ടാകുന്ന വേദനയുമാണ് ഈ കഥ മുന്നോട്ട് വെക്കുന്നത്. സദാ തൻ്റെ നഷ്ടപ്പെട്ട മകളുടെ ചിത്രം നോക്കി കിടക്കുന്ന അമ്മയുടെ നോട്ടത്തിൽ നിന്ന് എന്താണ് അമ്മ ആലോചിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്തത്ര നിസ്സംഗതയാണെന്ന് എഴുത്തുകാരി പറയുന്നു. ഈ എഴുത്തുകാരുടെ ജ്യേഷ്ഠത്തിയുടെ ഫോട്ടോയിലേക്ക് അമ്മ നോക്കി നിൽക്കുന്നുണ്ട്. തന്നെ എന്ത് ചെയ്യുന്നില്ല, ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ല. നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുന്ന ചില അവസ്ഥകളുണ്ട്. അത്തരം ചില അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ്റെ അവസ്ഥകളെ ചിത്രീകരിക്കുകയാണ് ഈ തഥാഗത എന്ന പാഠഭാഗത്തിലൂടെ അഷിത. മനുഷ്യ മനസ്സുകളുടെ തീവ്രമായ ഭാവങ്ങൾ അവതരിപ്പിക്കാൻ അഷിതക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓർമ്മയാവട്ടെ വലിയ എട്ടുകെട്ട് പോലെ. അമ്മ പ്രാവിൻ്റെ വിശുദ്ധമായ കണ്ണുകൾ കൊണ്ട് എന്നെ ഉറ്റുനോക്കിക്കൊണ്ട് കഞ്ഞി തുപ്പിക്കളഞ്ഞു. ഞാൻ മിന്നൽ പോലെ തിരിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. കഥയിലെ കാവ്യാത്മക പ്രയോഗങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. കഥാപാത്രങ്ങളുടെ മാനസിക ഭാവങ്ങൾ അവതരിപ്പിക്കാൻ ഇത്തരം പ്രയോഗങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഓർമ്മ നഷ്ടപ്പെട്ട അമ്മയോടൊപ്പം കൂട്ടിരിക്കുന്ന മകളുടെ ഓർമ്മകളാണ് വലിയ എട്ടുകെട്ട് പോലെ വിശാലമെന്ന് എഴുത്തുകാരി പറയുന്നത്. താൻ നിലവിൽ എന്താണ് എന്ന് പോലും അറിയാത്ത, ഒരാൾക്ക് മുന്നിൽ സ്വന്തം ഓർമ്മകൾ നഷ്ടപ്പെടാത്ത, ഒരാളുടെ ഓർമ്മകൾക്ക് ആകാശത്തോളം പരപ്പും കടലോളം ആഴമുള്ളതായും അനുഭവപ്പെടും. എന്നാൽ അമ്മയുടെ ഓർമ്മകളിൽ ഒരു കാലത്ത് നിറഞ്ഞു കവിഞ്ഞ സ്വന്തം മകൾ പോലും ഇന്ന് അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ കാവ്യാത്മകമായ വരികളിലൂടെ വാക്കുകൾക്ക് കൂടുതൽ ആഴമുള്ളതായി അനുഭവപ്പെടും. കഥാപാത്രങ്ങളുടെ മാനസിക ഭാവങ്ങൾ തെളിയിക്കാനും അവരുടെ അവസ്ഥയുടെ കാഠിന്യം എത്രമാത്രം തീവ്രമാണ് എന്ന് തിരിച്ചറിയാനും ഇത്തരം വാക്യങ്ങൾ സഹായകമാകും. ഇവിടെ അമ്മയുടെയും മകളുടെയും മാനസിക ഭാവങ്ങൾ വളരെ ആഴത്തിൽ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. നോക്കുക, അടുത്ത ചോദ്യം. അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന സാവിത്രി രാജീൻ്റെ വരികൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ അമ്മയുടെ കൈകളിലുണ്ട് ചുളിവിൻ്റെ എണ്ണമില്ലാത്ത ഞൊറിവളകൾ, ഓർമ്മകൾ കൊണ്ട് തിളങ്ങുന്നവ. 7, 70, 7000 അതിൽ നിറഭേദങ്ങളുണ്ട്. കഥയിലെ മുകളിൽ നൽകിയ വരികളിലെയും ആശയങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ള പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. അമ്മയുടെ വാർദ്ധക്യമാണ് 2 കവിതകളിലും പ്രമേയമാകുന്നത്. വാർദ്ധക്യത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട താൻ എന്താണ് എന്നുപോലും തിരിച്ചറിയാൻ കഴിയാത്ത അമ്മയാണ് തഥാഗത എന്ന ഭാഗത്തിൽ കാണാൻ സാധിക്കുക. വയസ്സായ അമ്മയെ കുളിപ്പിക്കുന്ന രംഗമാണ് സാവിത്രി രാജീവൻ്റെ അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന കവിതയിൽ ദൃശ്യമാകുന്നത്.
ഒരു കാലത്ത് മകളെ കുളിപ്പിക്കുകയും ഒരുക്കുകയും എല്ലാം ചെയ്യുന്നത് അമ്മമാരാണ്. എന്നാൽ വാർദ്ധക്യം ഒരു രണ്ടാം ബാല്യമാണല്ലോ. അമ്മമാരുടെ വാർദ്ധക്യത്തിൽ മക്കൾ തണലാകുകയാണ് വേണ്ടത്. മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിലേക്കുള്ള മക്കളുടെ നോട്ടമാണ് ഈ രണ്ട് കവിതകളിലും കാണാൻ കഴിയുക. സാവിത്രി രാജീവന്റെ കവിതയിൽ അമ്മയുടെ കയ്യിലെ വാർദ്ധക്യത്തിൻ്റെ ചുളിവുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ മക്കളുടെ കയ്യിൽ അമ്മ വാങ്ങി അണിയിച്ച നിറമുള്ള വളകൾ പോലെ അവക്ക് നിറങ്ങൾ ഏറുകയാണ്. ഓർമ്മകൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു കുഞ്ഞെന്ന പോലെ വിശുദ്ധയായി നിഷ്കളങ്കമായി മാറുകയാണ് അഷിതയുടെ കഥയിൽ. വാർദ്ധക്യത്തിൻ്റെ വേറിട്ട മുഖങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുകയാണ് ഈ രണ്ട് കൃതികളിലും. സെറ്റ്. തഥാഗത എന്ന ശീർഷകം കഥയ്ക്ക് എത്രമാത്രം യോജിക്കുന്നുണ്ട്? കഥ വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. മലയാള സാഹിത്യത്തിൽ മനോഹരമായ ഒരുപാട് കഥകളും കഥകളേക്കാൾ കാമ്പുള്ള തലക്കെട്ടുകളും നമുക്ക് കാണാൻ കഴിയും. തലക്കെട്ടുകൾ കഥകളുടെയാകട്ടെ കവിതകളുടെയാകട്ടെ അതിൻ്റെ ആഴവും പരപ്പും തന്നെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കഥക്കും വളരെ അനുയോജ്യമായ തലക്കെട്ടാണ് തഥാഗത. എന്താണോ സംഭവിക്കുന്നത് അങ്ങനെ തന്നെ തുടരുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. എന്താണോ സംഭവിക്കുന്നത് അങ്ങനെ തന്നെ തുടരുക എന്നർത്ഥമാണ് ഈ തലക്കെട്ട് കൊണ്ട് എഴുത്തുകാർ ഉദ്ദേശിക്കുന്നത്. അമ്മയുടെ അവസ്ഥയും അതുപോലെ തന്നെയാണല്ലോ. ഈ നിമിഷത്തിൽ എന്താണോ അങ്ങനെ തന്നെയായി ജീവിക്കുക എന്നതാണ് അമ്മയുടെ അവസ്ഥ. നാളെയെക്കുറിച്ചോ ഇന്നിനെക്കുറിച്ചോ യാതൊരു ചിന്തകളും ഓർമ്മ നഷ്ടപ്പെട്ടവർക്ക് ഉണ്ടാവുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ തലക്കെട്ട് ഈ കഥയുടെ ആശയവുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്നു. ഓക്കെ, സെറ്റാണല്ലോ. കുറഞ്ഞ സമയം സെറ്റാക്കി കൊള്ളുക, പാഠഭാഗം വായിച്ച് ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചോളുക. ഓക്കെ, താങ്ക് യു.